ചെറായി മുനമ്പം മേഖലയിലെ ഏക്കർ കണക്കിന് ഭൂമി അന്യായമായി കൈക്കലാക്കാനുള്ള വഖഫ് ബോർഡ് നീക്കത്തിനെതിരെ പ്രതിഷേധം ശക്തമാകുന്നു. 600ഓളം കുടുംബങ്ങൾ കുടിയൊഴിപ്പിക്കൽ ഭീഷണി നേരിടുന്ന ഈ പ്രദേശങ്ങൾ ബിജെപി പ്രതിനിധി സംഘം സന്ദർശിച്ചു. നേതാക്കളായ അഡ്വക്കേറ്റ് ഷോൺ ജോർജ്, KVS ഹരിദാസ് എന്നിവരുടെ നേതൃത്വത്തിൽ എത്തിയ പ്രതിനിധി സംഘം തുടർ പ്രക്ഷോഭങ്ങൾക്ക് പിന്തുണ പ്രഖ്യാപിച്ചു. കേന്ദ്ര സർക്കാർ കൊണ്ടുവരുന്ന പുതിയ വഖഫ് നിയമം വഖഫ് ബോർഡിന്റെ ഭൂമി കൊള്ളകൾക്ക് തടയിടുമെന്ന് ഷോൺ ജോർജ് പറഞ്ഞു. സ്വകാര്യ ഭൂമിയും സർക്കാർ ഭൂമിയും ആരാധനാലയങ്ങളും സ്ഥിതി ചെയ്യുന്ന ഭൂമിയുമെല്ലാം ഒരുപോലെ കയ്യേറാനുള്ള വഖഫ് ബോർഡിന്റെ നീക്കങ്ങൾക്കെതിരെയാണ് ശക്തമായ ജനകീയ പ്രതിരോധമുയരുന്നത്. ചെറായി മുനമ്പം മേഖലയിലെ തീരദേശ ജനത വില കൊടുത്തു വാങ്ങിയ ഭൂമിയാണ് വഖഫ് സ്വത്തെന്ന് അവകാശപ്പെട്ട് കൈവശപ്പെടുത്തുന്നത്. കിടപ്പാടം നഷ്ടപ്പെടുന്ന മത്സ്യത്തൊഴിലാളികൾ അടക്കമുള്ള ജനതയ്ക്ക് പിന്തുണയുമായാണ് BJP പ്രതിനിധി സംഘം എത്തിയത്. BJP സംസ്ഥാന സമിതി അംഗം അഡ്വക്കേറ്റ് ഷോൺ ജോർജ്, സംസ്ഥാന വക്താവ് KVS ഹരിദാസ്, ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് KS ഷൈജു എന്നിവരാണ് ജനകീയ പ്രശ്നം നേരിട്ട് മനസ്സിലാക്കാനെത്തിയത്. കേന്ദ്ര സർക്കാരിന്റെ പുതിയ വഖഫ് നിയമം അന്യായമായി ഭൂമി തട്ടിയെടുക്കാനുള്ള വഖഫ് ബോർഡിന്റെ ശ്രമങ്ങൾക്ക് തടയിടുമെന്നും പ്രദേശത്തെ ജനങ്ങൾ നടത്തുന്ന സമരത്തിന് പൂർണ്ണ പിന്തുണ പ്രഖ്യാപിക്കുകയാണെന്നും നേതാക്കൾ പറഞ്ഞു. വഖഫിന്റെ പേരിൽ നടത്തുന്ന ഈ കയ്യേറ്റത്തെ ഒരു ഭീകരതയെ തന്നെ കാണാൻ കഴിയുള്ളൂ. ഇത് ഏത് വിധത്തിലുള്ള പ്രീണനം നടത്തിയും അധികാരത്തിലെത്തുക എന്നുള്ള കോൺഗ്രസ് പാർട്ടിയുടെയും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെയും ഇപ്പം നിലപാടതാണ്. അനുകൂലിക്കുക എതിർക്കുന്നുണ്ട്. അവരുടെ നിലപാടെന്താണ്? ഞങ്ങൾ ചോദിക്കുന്നത് നിലപാടെന്താണ്? ഞങ്ങളുടെ നിലപാട് പ്രഖ്യാപിക്കുന്നു. ഇവിടെ ജനിച്ച മണ്ണിൽ ജീവിക്കാനുള്ള ഈ സാധാരണക്കാരന്റെ അവകാശ പോരാട്ടത്തിന് BJP പൂർണ്ണ പിന്തുണ പ്രഖ്യാപിക്കും. പ്രദേശത്തെ 405 ഏക്കറോളം ഭൂമിയും വഖഫ് സ്വത്താണെന്നാണ് അവകാശവാദം. എന്നാൽ ചെറായി മുനമ്പം മേഖലയിലെ മത്സ്യത്തൊഴിലാളികളുടെ മുൻതലമുറ വിലയാധാരം വാങ്ങിയതാണ് ഭൂമി. പ്രശ്നത്തിൽ LDF, UDF മുന്നണികളോ MP അടക്കമുള്ള ജനപ്രതിനിധികളോ ഇതുവരെ ഇടപെട്ടിട്ടില്ല. പെൺമക്കളെ കെട്ടിച്ചയക്കണമെങ്കിലോ മക്കൾക്ക് വിദ്യാഭ്യാസം കൊടുക്കണമെങ്കിലോ ബാങ്കുകളെയാണ് ഞങ്ങൾ ആശ്രയിക്കാറ്. കാരണം ഞങ്ങളുടെ ആധാരം പണയം വെച്ച് തന്നെയാണ് ഞങ്ങളുടെ മക്കളെ പഠിപ്പിക്കാനും പെൺമക്കളെ കെട്ടിക്കാനും വീട് പണിയുവാനൊക്കെ ഞങ്ങൾ അവസരം കണ്ടെത്തുന്നത്. ഇവിടെ കുടിയിറക്കപ്പെടാതെയും ഞങ്ങളുടെ ദേവാലയങ്ങൾ നഷ്ടപ്പെടാതെയും ഞങ്ങളുടെ മക്കൾക്ക് തുടർ വിദ്യാഭ്യാസങ്ങൾ കൊടുക്കുകയും പെൺമക്കളെ കെട്ടിച്ചയക്കാനുമുള്ള ഞങ്ങളുടെ ഈ സമ്പത്തും ഇത് നഷ്ടപ്പെടാതിരിക്കുവാൻ വേണ്ടി ഞങ്ങൾ ഇനി ഏതറ്റം വരെയും പോകാൻ തയ്യാറാണ്. ഭൂമി നഷ്ടപ്പെടുന്ന അവരുടെ ശബ്ദം ഉറച്ചത് തന്നെയാണ്. ഒരു കാരണവശാലും തങ്ങളുടെ ഭൂമി വിട്ടു നൽകാൻ തയ്യാറല്ല, തങ്ങൾ വഴിയാധാരമാകാൻ തയ്യാറല്ല. അതിനുവേണ്ടി പോരാട്ടത്തിന്റെ ഏത് വഴിയിലൂടെയും മുന്നോട്ട് പോകുമെന്ന് തന്നെയാണ് കൃത്യമായി അവർ വ്യക്തമാക്കുന്നത്. ക്യാമറമാൻ വിപിൻ ആലുവയ്ക്കൊപ്പം ജിജീഷ് കരുണാകരൻ, ജനം, കൊച്ചി.